ഗൈസ്, ഞാനിന്ന് പത്മനാഭന്റെ മണ്ണിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 മത്സരം കാണാൻ വന്നു. ഒത്തിരി കാത്തിരിപ്പിന് ശേഷം ഏകദേശം 2.5 വർഷത്തിന് ശേഷമാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചൊരു മാച്ച് നടക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാറായ സഞ്ജു സാംസൺ ടീമിലുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 50,000-ഓളം ക്രൗഡ് ഉണ്ടായിരുന്നു. ഇതാണ് ട്രിവാൻഡ്രം ക്രിക്കറ്റ് ഗ്രൗണ്ടിന്റെ മുൻവശം. ദൗർഭാഗ്യവശാൽ സഞ്ജു സാംസൺ തുടക്കത്തിൽ തന്നെ ഔട്ടായിപ്പോയി. ദേ നിൽക്കുന്ന ഓടിയ നമ്പർ 1 ബാറ്റർ ഡാരൻ മിച്ചൽ. വൈകാതെ സൂര്യയുടെ വെടിക്കെട്ടിന് ശേഷം സൂര്യൻ മടങ്ങി. പിന്നെ വന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന കുങ്ഫു പാണ്ഡ്യ. പിന്നെ കണ്ടത് ഇഷാൻ കിഷാന്റെ അസാധ്യമായ 6ഓട് കൂടിയ ഒരു സെഞ്ചുറി. വാവ്! അങ്ങനെ ഇന്ത്യ 20 ഓവറുകളിൽ 5 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി 271 റൺസുകൾ നേടി. എങ്കിലും തിരിച്ചടിക്കാൻ ഇറങ്ങിയ ന്യൂസിലാൻഡ് ആദ്യത്തെ ഓവറിൽ 22 റൺസാണ് വാരിക്കൂട്ടിയത്. ആദ്യം ഒന്ന് ഇന്ത്യ പതറിയെങ്കിലും പിന്നെ അങ്ങോട്ട് വെച്ചടി കയറ്റായിരുന്നില്ലേ നമ്മളെ ഹർഷദീപൊക്കെ 5 വിക്കറ്റ് എടുത്തന്നേ. നമ്മളൊക്കെ കണ്ടങ്ങൾ കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റെമ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാ ബാറ്റിങ്ങും എല്ലാ ഓവറും കളിക്കുന്നത്. പക്ഷേ ഒരു പ്രൊഫഷണൽ കളി കളിക്കുമ്പോൾ ഓരോ ഓവർ കഴിയുമ്പോഴത്തേനും ഓരോ അപ്പുറത്തെ സ്റ്റെമ്പിലേക്ക് നമ്മൾ മാറി നിരിഞ്ഞ് നിൽക്കേണ്ടി വരും. അതാണ് നിങ്ങൾ ഇഷാൻ കിഷാൻ അടുത്ത സ്റ്റെമ്പിലേക്ക് പോകുന്നത് കാണുന്നത്. അങ്ങനെ വെറും 225 റണ്ണുകളിൽ നമ്മുടെ ചെക്കന്മാർ ന്യൂസിലാൻഡിനെ ചുരുട്ടിക്കളഞ്ഞു. പിന്നെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷന് ശേഷം ഞങ്ങൾ